السلام عليكم. اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. قل إن ربي يقذف بالحق علام الغيوب. സൂറത്ത് സബ 48-ാമത്തെ വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. അല്ലാഹു തആല പറയുന്നു, ആരോട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ വേണ്ടി പറയാം. ഖുൽ, പറയൂ പ്രവാചകരെ, എന്താ പറയേണ്ടത്? ഇന്ന റബ്ബി, നിശ്ചയമായും എൻ്റെ റബ്ബ്, എൻ്റെ രക്ഷിതാവ് അള്ളാഹു, യഖ്ദിഫു, ഇട്ട് തരുന്നു അല്ലെങ്കിൽ എറിഞ്ഞു തരുന്നു, ബിൽ ഹഖ്, യഥാർത്ഥത്തെ വഹി മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയിച്ചു കൊണ്ടിരിക്കുന്നു. അല്ലാമുൽ ഗൈബ്, അള്ളാഹുവിനെ സംബന്ധിച്ച് അല്ലാമാണ്, എല്ലാം അറിയുന്നവനാണ്. എന്ത്? ഗൈബ്, നന്നായി അറിയുന്നവനാകുന്നു എന്ന് വിശേഷിപ്പിച്ച് തന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, തൗഹീദിനെ പ്രധാനമായിട്ടും മൂന്നായി, ഈ മൂന്നല്ല കൂടുതലല്ല, ധാരാളമുണ്ട്, പ്രധാനമായിട്ട് മൂന്നായിട്ട് ഭാഗിച്ചിട്ടുണ്ട്. ഒന്ന് തൗഹീദ് ഉലൂഹിയ, മറ്റൊന്ന് തൗഹീദ് റുബൂബിയ, മറ്റൊന്ന് അസ്മാ സിഫാത്ത്. വിശുദ്ധ ഖുർആൻ എന്ത് ചെയ്യുന്നുണ്ട്? കാര്യം ആവർത്തിച്ച് നമുക്ക് നൽകുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി പ്രബോധനം ചെയ്ത് തൗഹീദ് ഉലൂഹിയയാണ്. ഉലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹൂ, ജനങ്ങളെ അള്ളാഹു അല്ല ആരാധകരനായി മറ്റാരുമില്ല എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുകയും എന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമതായി ജനങ്ങളോട് പ്രബോധനം ചെയ്തത്. അതായത് ആ കാലഘട്ടം അള്ളാഹുവിനെ അവർ ആരാധിച്ചിരുന്നു. ഖുർആനിൽ ആവർത്തിച്ച് പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ സയഖൂലൂന ലില്ലാഹ്, അല്ല ലില്ലാഹ്, നിയന്ത്രണം ആരെ കൈവശമാണ്? ആകാശഭൂമി നിയന്ത്രണം ആരെ കൈവശമാണ്? ആരാണ് സൃഷ്ടിച്ചത്? ആരാണ് ഇതിന് ഉടമസ്ഥൻ? സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഒക്കെ അള്ളാഹു എന്ന് ആര് പറഞ്ഞിരുന്നു? മക്കയിൽ മുശ്രിക്കുകൾ പറഞ്ഞിരുന്നു. ഓർക്കണം, വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് അക്കാര്യം പറയുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു? അള്ളാഹുവിനും എന്ത് ചെയ്യുന്നു? അവർ ആരാധിച്ചിരുന്നു. പക്ഷെ എന്തായിരുന്നു അവർക്ക് അപകടം? അള്ളാഹുവിൻ്റെ സൃഷ്ടികളെയും ആരാധിച്ചിരുന്നു. അത് ബിംബങ്ങളുണ്ടാക്കിയും ഉണ്ടാക്കിയതെയും എല്ലാം അള്ളാഹു സൃഷ്ടികൾ തന്നെയാണ്. അത് മനസ്സിലാക്കേണ്ടത്. അത് ബിംബാരാധനക്ക് എതിർപ്പിച്ചുകൊണ്ട് അവതരിപ്പിച്ച ആയത്തല്ലേ എന്ന് പലപ്പോഴും സമസ്തക്കാർ നമ്മൾ ഈ ആയത്തുകൾ അള്ളാഹുവിനുള്ള ആരാധനയ്ക്കുന്നതിനെ സംബന്ധിച്ച്, അവർക്ക് നേർച്ചകൾ അർപ്പിക്കുന്നതിനെ സംബന്ധിച്ച്, അവരോട് പ്രാർത്ഥിക്കുന്നതിനെ സംബന്ധിച്ച്, അവർ ശുപാർശക്കാരനായതിനെ സംബന്ധിച്ച്, അവരെ ഇടയാളന്മാരാക്കി പ്രാർത്ഥിക്കുന്ന സംബന്ധിച്ച് അത് ശിർക്കാണ്, ബിദ്അത്താണ്, റസൂലുള്ളാഹി സ്വയം പഠിപ്പിക്കാത്ത കാര്യമാണ്. അതിനെതിരെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആൻ ഓതിക്കൽപ്പിച്ചുകൊണ്ട് സഹാബിമാരെ എന്ത് ചെയ്ത് ശുദ്ധീകരിച്ചത് എന്ന് നമ്മൾ പറയുമ്പോൾ അവർ പറയും, അത് ബിംബങ്ങൾ ആരാധിക്കുന്നതിനല്ലേ. ബിംബങ്ങളാകട്ടെ, ബിംബങ്ങളല്ലാതെ ആകട്ടെ, അള്ളാഹു ഒഴികെ ആരൊക്കെയാണ് ആരാധിക്കുന്നത് അതൊക്കെ ബിംബങ്ങളാണ്. അത് മലക്കുകളായാലും ശരി, ജിന്നുകളായാലും ശരി, മറ്റു മഹാത്മാക്കളായാലും ശരി, ആ ഖബറങ്ങളെയും ജാരങ്ങളായും ശരി, എല്ലാം എന്താകുന്നു? അള്ളാഹു ഒഴികെ ജീവിച്ചിരിക്കുന്നവരാകട്ടെ മരിച്ചവരാകട്ടെ ആരൊക്കെ ആരാധിക്കുന്നു അവർക്കൊക്കെ എന്താണ്? ആലിഹത്ത് എന്നാണ്. കല്ലുകൊണ്ട് കുത്തിയതാക്കി ബിംബങ്ങൾ മാത്രമല്ല. അവർ മക്കയിലെ മുശ്രിക്ക് അങ്ങനെ ചെയ്തു. കപ്പലൊക്കെ യാത്ര ചെയ്തുകൊണ്ട് ബിംബങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു? കപ്പലിൽ നിന്നും എന്ത് ചെയ്യുന്നു? അള്ളാഹുവിലേക്ക് ആരാധിച്ചിരുന്നു. ഒരിക്കൽ ഇക്രിമാ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പേ അദ്ദേഹം കപ്പൽ കയറി അങ്ങനെ കപ്പൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ ആ കപ്പിതാൻ പറഞ്ഞു, ഇനി നിങ്ങൾ എന്ത് ചെയ്യരുത്, മറ്റു ദൈവങ്ങൾ, കപ്പൽ കാറ്റിലും കോളിലും മുങ്ങിയും തളിച്ചു നിൽക്കുകയാണ്. അപ്പോൾ പിത്താൻ പറയുണ്ടായി, ഇനി എന്ത് ചെയ്യണ്ട, നിങ്ങൾ മറ്റു അള്ളാഹുള്ളവരോട് ആരാധിക്കരുത്, പ്രാർത്ഥിക്കരുത്, ഇനി നിങ്ങൾ അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന് പറയുകയുണ്ടായി. അപ്പോഴാണ് ഇക്രിമാ റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്നത്, ഇതന്നെയല്ലേ മുഹമ്മദ് പറയേണ്ടത്. ഇൻഷാ അല്ലാഹ് ഈ അള്ളാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ, ഈ അപകടത്തിൽ ഞാൻ രക്ഷപ്പെടുകയാണെങ്കിൽ ഇസ്ലാം മതം സ്വീകരിക്കുക ചെയ്യും എന്ന് പറയുകയും അദ്ദേഹം പിന്നെ രക്ഷപ്പെടുകയും സ്വീകരിക്കുകയും ഉണ്ടായി. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വന്നത്, ബിംബങ്ങൾ വെച്ചുകൊണ്ടും വേഗം എക്കാലെയും ആരാധിച്ചിരുന്നു. നേരത്തെ സഹായപ്പെടുന്ന നടത്തിയിരുന്നു. അതൊക്കെ എന്താകുന്നു? ആരാധനകളാകുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ സ്വന്തക്കാർ ബന്ധക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിശുദ്ധ ഖുർആൻ ഓതി കേൾപ്പിച്ചുകൊണ്ട് പറഞ്ഞ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ അർത്ഥം പറഞ്ഞു അല്ലോ. അതായതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, ആയിഷ റളിയല്ലാഹു തആല അൻഹു, പ്രവാചകരെ, ധാരാളമായ പ്രയാസങ്ങളും ഞെരുക്കങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായ ഞെരുക്കം ഏതായിരുന്നു എന്ന് ചോദിച്ചപ്പോഴേ വഹദിൽ വാരിക്കുള്ളിൽ വീണുപോയി, പല്ല് നഷ്ടപ്പെട്ടു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരിച്ചറിയാതെ സാഹിബിമാർ പോലും വാളോങ്ങിയ സന്ദർഭം ഉണ്ടായി. അത്രക്കും പരിവശനായിപ്പോയി ആ സന്ദർഭം ഉണ്ടായിട്ടുണ്ട്.
അപ്പോൾ അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ത്വായിഫിൽ നിന്ന് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് കേട്ടുകൊണ്ട് തന്നെ ആയിഷ റളിയല്ലാഹു തആല ചോദിക്കുകയുണ്ടായി പ്രവാചകരെ, അതിൽപ്പെട്ട ഏറ്റവും പ്രയാസപ്പെട്ട അവസരം ഏതായിരുന്നു എന്ന്. അബൂജഹൽ എന്തായിട്ടുണ്ട്, കുടൽമാല കഴുത്തിലിട്ടിട്ടുണ്ട്. സുജൂദ് ചെയ്യുന്ന സന്ദർഭത്തിൽ തല പൊക്കാൻ സാധിക്കാതെ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ വന്നിട്ടാണ് അത് മാറ്റിയാണ് റസൂലുള്ളാഹി സുജൂദിന് തല ഉയർത്തിയത്. ഇത്തരം ഗണങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ടായി കൂടി തന്നെ ചോദിക്കുകയാണ്. അപ്പോൾ പറഞ്ഞത് ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബത്തിനടുക്ക് ആയിരിക്കുമ്പോൾ ഒരു അറാബി വന്നിട്ട് ഒരു വസ്ത്രം എന്ത് ചെയ്തു, കഴുത്തിലിട്ടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വലിക്കുകയുണ്ടായി. ആ സന്ദർഭത്തിൽ എന്ത് ചെയ്തു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതഖതുലു റജുലൻ അൻ യഖൂൽ റബ്ബി അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തെ തട്ടിമാറ്റുകയാണ് ഉണ്ടായത്. എൻ്റെ രക്ഷിതാവ് അല്ലാഹു മാത്രമാകുന്നു എന്ന് പറഞ്ഞ കാരണത്താൽ നീ കൊലപ്പെടുത്തിയോ ഒരാളെ ചോദിച്ചുകൊണ്ട് തട്ടിമാറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല രക്ഷപ്പെടുത്തി. അതായിരുന്നു റബ്ബ് അല്ലാഹു ആകുന്നു, അല്ലാഹു മാത്രമാകുന്നു എന്നുള്ളത് എന്താവുന്നു തൗഹീദിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അപ്പോൾ അത് നമുക്ക് നാളെ പരലോകത്ത് ഒരു ധാരാളം കാര്യങ്ങൾ എനിക്ക് ഇതിനെ സംബന്ധിച്ച് പറയാനുണ്ട്. മൻ റബ്ബുക എന്നാണ് അല്ലാഹു തആല മലക്കുകൾ നമ്മൾ ചോദിക്കാറുള്ളത്. അല്ലാഹു റബ്ബി എന്നാണ് നമ്മൾ മറുപടി പറയേണ്ടത്. അങ്ങനെ മറുപടി പറയണമെങ്കിൽ ബരീങ്ങൾ രക്ഷിക്കണേ, മൊയ്തീശയ്ക്ക് ആക്കണേ എന്നിങ്ങനെ അള്ളാഹുള്ളവരോട് വൈബിയ നിലക്ക് സഹായപ്രവർത്തനം ചെയ്താൽ, പ്രാർത്ഥിച്ചാൽ, അവർക്ക് നേർച്ച കടപ്പിച്ചാൽ, അവർക്ക് ഇബാദത്തുകൾ അർപ്പിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ സ്വന്തക്കാരെ ബന്ധക്കാരെ ആളുകൾ ഒരു കാര്യം തൗഹീദ് റുബൂബിയ്യത്ത് സൃഷ്ടിച്ച് സംരക്ഷിച്ചുകൊണ്ട് അള്ളാഹു മാത്രമാകുന്നു. അതുകൊണ്ട് അള്ളാഹുവിന് മാത്രമായിരിക്കണം ഞങ്ങൾക്ക് പ്രാർത്ഥനകളും നേർച്ചകളും വഴിപാടുകളും ഒക്കെ തന്നെ അർപ്പിക്കേണ്ടതുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യും, പരസ്പരം ഉപദേശിച്ചു കൊടുക്കുക. പരസ്യമായി നമ്മൾ ഒരാൾ ഉപദേശിച്ച് കഴിഞ്ഞിട്ടെങ്കിൽ പക്ഷേ അദ്ദേഹം സ്വീകരിക്കണം എന്നില്ല. സ്വകാര്യമായിട്ട് ഒറ്റക്കൊറ്റക്കും ഉപദേശിച്ച് കഴിഞ്ഞാൽ അത് സ്വീകരിക്കും. അതെന്താ എന്നാണ് പണ്ഡിതന്മാരോട് നാം മനസ്സിലാക്കിയിട്ടുള്ളത്. അത്തരം കാര്യം പഠിക്കുക, മനസ്സിലാക്കി ഉള്ളുക്കുക, നാം സ്വീകരിക്കുക, മറ്റുള്ള അറിയിച്ചു കൊടുക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് മാറട്ടെ. ഒരു ഹദീസ് പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, യൂസുഫ് അൻ യതി അലൻ നാസി സമാനുൻ ലാ യബ്ഖാ മിൻ ഇസ്ലാമി ഇല്ലാ ഇസ്മുഹു. അടുത്ത് തന്നെ ജനങ്ങൾക്ക് ഒരു കാലം വന്നെത്തുക തന്നെ ചെയ്യും. ആ സന്ദർഭത്തിൽ മുസ്ലിം എന്ന പേരേ ഉണ്ടാവുള്ളൂ, എന്താവില്ല. മുസ്ലിമാണ് എന്ന് എല്ലാവരും പറയുന്ന ധാരാളം ആളുകളുണ്ടാവും. പക്ഷേ ഇസ്ലാം എന്താവില്ല, ഇല്ല ഇസ്മുഹു, അത് ഇസ്മ മാത്രമേ ശേഷിക്കുള്ളൂ. അതിന് ഇസ്ലാം ഉണ്ടാവില്ല. മുസ്ലിം എൻ്റെ യഥാർത്ഥ വിശ്വാസ ആചാരങ്ങൾ ഉണ്ടാവുകയില്ല. വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു, ഖുർആൻ്റെ ലിപികൾ മാത്രം എന്ത് ചെയ്തു, അത് ശേഷിക്കും. മുസാഹിബുകൾ ലിപികൾ ഉണ്ടാവും. അതിൻ്റെ അർത്ഥം പഠിക്കുക, മനസ്സിലാക്കിയോ, ഉൾക്കൊള്ളുകയോ, അതിങ്ങനെ പാരായണം ചെയ്യേണ്ടത് ആ രൂപത്തിൽ പാരായണം ചെയ്യുകയോ അതിൽ വിശ്വസിക്കുകയോ അത് പ്രബോധനം ചെയ്യുന്ന ഒരു കാലഘട്ടം ഇല്ലാതായി പോകും. മസാജിദും ആമിറത്തുൻ, അത് പള്ളികളൊക്കെ എന്ത് ചെയ്യുന്നു, പരിപാലിക്കപ്പെടും, അലങ്കരിക്കപ്പെടും. അത് നല്ല ചൊറുക്കുണ്ടാവും, ചൊറുക്ക് കിട്ടും, എല്ലാ സൗകര്യങ്ങളും അതിലുണ്ടാവും. ഒഹിയ ഹറാബ് മിൻ ഹുദ, പക്ഷേ ഹുദ സന്മാർഗത്തിൽ നിന്നും അത് ഉണ്ടായിരിക്കില്ല, തീരെ ഹറാബായിരിക്കും, തീരെ ഒന്നും ഉണ്ടാവില്ല, സന്മാർഗമൊന്നും ഉണ്ടാവില്ല. അവിടെ വെച്ച് ദീൻ കാര്യം പഠിപ്പിക്കുകയും സന്ദർഭ കാര്യങ്ങൾ ഉണ്ടാവുകയില്ല. ഉലമാഉഹും അശറു മിൻ തഹത്തി അദീമി സമാ, ആകാശത്തിന് താഴെയിൽ അതിൽ ഏറ്റവും ഷർറായ ആളുകളെ അവർ പണ്ഡിതന്മാരായിരിക്കും. അവർക്ക് പണ്ഡിതന്മാരെ പറ്റി ആണ് പറഞ്ഞത്. മിൻ അന്ദിഹിം തഖ്റുൽ ഫിത്ന, അവരിൽ നിന്നാവുന്നു ഫിത്നകൾ ഉണ്ടാകുന്നത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിലും പഠിപ്പിച്ചു തന്നത്. പണ്ഡിത പുരോഹിതന്മാർ, അതുകൊണ്ട് തന്നെ പണ്ഡിത പുരോഹിതന്മാരാണ് ഇവിടെ ധാരാളമായി അനാചാരങ്ങൾ പണ്ടും ഇപ്പോഴും എന്ത് ചെയ്യുന്നു, സ്ഥാപിച്ചു കൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയിൽ പെടാത്ത പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നു, അവർ ഇവിടെ സ്ഥാപിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിലൂടെയാണല്ലോ നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ജന്മദിനം, നബിദിനം കൊണ്ടാടിക്കൊണ്ടിരിക്കുന്ന. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നാം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് വഷറൽ ഉമൂർ, അത് ഷറായ കാര്യം മഹദാദുവ, പുതുതായി നിർമ്മിച്ചുണ്ടാക്കിയതാവുന്നു. അത് അടിസ്ഥാനപരമായ കാര്യമാകുന്നു. എന്താണോ സ്വീകരിക്കേണ്ടത്, അതാക്മ റസൂൽ ഫഹു കൊണ്ടുവന്ന് മാതൃകയായി നാം കാണിച്ചത് അത് സ്വീകരിക്കുക. വിരോധിച്ച് വിട്ടു നിൽക്കുക. വിരോധിച്ച കാര്യങ്ങളാണ് നബി മാതൃകയിൽ പെടാത്ത കാര്യങ്ങൾ നമ്മൾ നല്ല നിലയ്ക്ക് പ്രവർത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബിദഅത്താണ് എന്നാണ്, ളലാലത്താണ്, മതകാരം ഷർറായ കാര്യങ്ങളാണ്, അത് ഉപേക്ഷിക്കേണ്ടതുണ്ട്. എന്നെന്ത് ചെയ്യണം, നമ്മൾ ഓരോരുത്തർക്കും
പറഞ്ഞ് വ്യക്തമായി കൊടുക്കുക. നമുക്ക് വേണ്ടപ്പെട്ട കുടുംബാംഗങ്ങൾക്കൊക്കെ തന്നെ അതിൻ്റെ ഉദാഹരണം പറഞ്ഞു കൊടുക്കുക. ഉദാഹരണമായി ഞാൻ പള്ളിയിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടൊക്കെ സുന്നസ്കരിക്കുന്നു, അത് നമ്മൾ ഒറ്റക്കൊറ്റ നമസ്കരിക്കുന്നത്. അത് ജമാഅത്തായി ഒരാൾ നിസ്കരിക്കാൻ കരുതിയാൽ അതെന്തായി? ബിദഅത്തായി. ഇതേപോലെ ളുഹറിനും അസറിനും ളുഹറിന് മുമ്പും ശേഷം സുന്നസ്കാരങ്ങളുണ്ട്. അത് നമ്മൾ ജമാഅത്തായി നമ്മളിപ്പോൾ ഏതായാലും നമസ്കരിക്കാം, കുറച്ച് ആളുണ്ടല്ലോ, നമ്മളിങ്ങനെ നല്ലതല്ലേ ജമാഅത്തായി നിസ്കരിച്ചാൽ കൂലി കിട്ടുമല്ലോ, 28 കൂലി കിട്ടുമല്ലോ എന്ന് കരുതി നമ്മൾ നിസ്കരിച്ച് കഴിഞ്ഞാൽ എന്തായി? നമസ്കാരം ബിദഅത്ത് വലാത്തെ ശിക്ഷയായി. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ. അപ്പോൾ നമസ്കാരമാണത്. നമസ്കാരത്തിന് പ്രാധാന്യം മനസ്സിലാക്കുക. ആ നമസ്കാരം ഇനി മറ്റെല്ലാ അമലുകളും ഇതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ പെടാത്ത കാര്യങ്ങൾ നമ്മൾ നല്ലത് നമ്മളെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ബിദഅത്ത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് ഞാൻ പറഞ്ഞു വരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനം കൊണ്ടാടുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിനെ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. അക്കാര്യം ഓർക്കുക. സാഹിബ് എന്ത് ചെയ്തില്ല? കൊണ്ടാടിയില്ല. 300 നൂറ്റാണ്ടുകളിൽ ആരും തന്നെ കൊണ്ടാടിയിട്ടുമില്ല. പിന്നെയുള്ള പുതിയ അനാചാരമാകുന്നു. അത് അനാചാരം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അമലുകളൊന്നും സ്വീകരിക്കില്ല, തൗബ പോലും സ്വീകരിക്കില്ല. അല്ലാഹു തആല തടഞ്ഞു വെക്കും. വിശുദ്ധമായ ഹദീസിൽ വന്നിട്ടുണ്ട്, നമസ്കാരം, നോമ്പ്, ഹജ്ജ്, സകാത്തുകളൊന്നും അത് ഉപേക്ഷിക്കുന്നവരെ അത് സ്വീകരിക്കില്ല. തന്നെയുമല്ല, ശിർക്കിൽ എത്തിപ്പെട്ട അനാചാരങ്ങളുണ്ട്. ശിർക്കോട് കൂടി മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. അമൽ ഉറക്കത്തിന് പാത്രയാക്കി കളയും. ആ കാര്യം എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ സ്വന്തക്കാർ, ബന്ധുക്കാർ, ആൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ തൗഹീദ് എന്ത്, ശിർക്ക് എന്ത്, ആരാധനകൾ മുഴുവൻ അള്ളാഹുവിനെ അർപ്പിക്കുക, അതാണ് തൗഹീദ്. അതിൽ എന്തെങ്കിലും ഒന്ന് സൃഷ്ടികൾ അർപ്പിച്ചാൽ നേർച്ചകൾ ശിർക്ക് വരും എന്ന കാര്യം പഠിപ്പിച്ചു കൊടുക്കുക. എന്ന് പോലെ അമലുകളൊക്കെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയുള്ളത് അത് നമ്മൾ ചെയ്യും. അന അലൈഹി സ്വഹാബി, ഞാൻ എൻ്റെ സ്വഹാബത്ത് ചെയ്തൊരു മാർഗത്തിൽ അതാണ് സ്വീകരിക്കേണ്ടത്. അതിൽ പെടാത്ത കാര്യങ്ങൾ ഷർറുമൂർ, അത് കാര്യം ഷർറാണ് എന്നും സ്വന്തം കാര്യവും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് മാതൃകയായി ജീവിച്ച് മരിക്കുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതുബു ഇലൈക്. അസ്സലാമു അലൈക്കും.